ഇന്ത്യ ഇത്രയും കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ ഇവർക്ക് ആര് ധൈര്യം കൊടുത്തു? എംപുരാൻ 3 ഞങ്ങൾ എടുക്കുന്നതാണ് പറയുന്നത്. എംപുരാൻ 3 ഒരിക്കലും എടുക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കില്ല. അങ്ങനെ എംപുരാൻ്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപുരാൻ എന്ന സിനിമ സമൂഹത്തിന് വിഷം തുപ്പുന്ന രീതിയിൽ ഇവിടുത്തെ യുവാക്കളിൽ തീവ്രവാദം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലും സമൂഹത്തിന് ദോഷങ്ങൾ വരുത്തുന്ന രീതിയിലുമുള്ള ഒരു സിനിമയായിട്ടാണ് അവർ ചിത്രീകരിച്ചത്. അതുമില്ലാതെ അതിൽ നമ്മുടെ നരേന്ദ്രമോദിയെ പറ്റിയും അതേപോലെ നമ്മുടെ അമിത്ഷാജിയെ പറ്റിയും ഇവർ മോശമായി ചിത്രീകരിച്ച് ജനങ്ങളിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്ന രീതിയിൽ എടുത്ത ഒരു സിനിമയ്ക്ക് ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് പ്രകാരം 21 ഘട്ടം 25 ഘട്ടം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആവുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാൻ ഉദ്ദേശിച്ച് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. അതോടെ അവരുടെ അജണ്ട കണ്ടു. പക്ഷേ ഇങ്ങനെ ഈ ഇന്ത്യ ഇത്രയും കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെക്കുറിച്ച് മോശമായി ചിത്രീകരിക്കാൻ ഇവർക്ക് ആര് ധൈര്യം കൊടുത്തു? അതാണ് നമ്മൾ കണ്ടെടുക്കേണ്ടത്. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്, ഇതിൻ്റെ പിന്നിലെ വിദേശ ശക്തികളുണ്ട്, ഇതെല്ലാം നമ്മൾ കണ്ടെടുത്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായും ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ അത് കണ്ടെടുക്കുകയും ചെയ്യും. അതിന് അവർക്ക് ആവശ്യമുള്ള തക്കതായ ശിക്ഷകൾ നൽകാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതേപോലെ ഇപ്പം തന്നെ അവർ പറയുന്നത് എംപുരാൻ 3 ഞങ്ങൾ എടുക്കുന്നതാണ് പറയുന്നത്. എംപുരാൻ 3 ഒരിക്കലും എടുക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അനുവദിക്കില്ല. അങ്ങനെ അവരെടുത്താൽ ഒരു തിയേറ്ററിലും ഇവിടെ ഷോ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. എല്ലാ തിയേറ്ററുകളുടെ മുമ്പിൽ ഞങ്ങൾ പ്രകടനങ്ങൾ നടത്തി ഇതിനെ ഈ സിനിമ ഓടിക്കാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ഞങ്ങളും ചെയ്യുന്നതായിരിക്കും. അല്ല, അപ്പോൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് മറ്റേ സിനിമയിലൂടെ വരുന്നത്. അപ്പോൾ ഇത് ഒരു കലാകാരൻ്റെ പൂർണ്ണത അല്ലേ അവിടെ അവസാനിക്കുന്നത് പറയാം? അല്ല, എല്ലാ കലാകാരന്മാർക്കും ഒരു കലാസൃഷ്ടികളുണ്ട്. അത് നല്ല രീതിയിൽ എടുക്കുക. അത് സമൂഹത്തിനെ നശിപ്പിക്കുന്ന രീതിയിലോ സമൂഹത്തിലെ യുവാക്കളെ വഴിതിരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ എടുക്കരുത്. സിനിമ എന്നത് പൂർണ്ണമായും ഒരു കലാസൃഷ്ടിയാണ്. അതിന് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ ചെയ്യുന്നത് നല്ല രീതിയിലൂടെ കാണിക്കുക. അല്ലാതെ സമൂഹത്തിൽ ഈ തീവ്രവാദത്തെക്കുറിച്ചും ഡ്രഗ്സിനെ കുറിച്ചുമുള്ള ചിന്തകൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ വിരോധമുള്ളൂ. അപ്പോൾ ഈ എമ്പുരാൻ പറഞ്ഞത് സമൂഹത്തിന് ഭയങ്കര ദോഷമായിട്ടാവുന്നു. തീർച്ചയായും സമൂഹത്തിന് ദോഷമുള്ളത് കൊണ്ടാണല്ലോ ലോകം മൊത്തം ജനങ്ങൾ പ്രകടനം ചെയ്യുന്നത്. ഇവിടെ മോഹൻലാലിന് തന്നെ എത്ര സിനിമകൾ റിലീസായി, ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാൻ പോകുന്നു എന്നുള്ളതിന് സൂചനയാണല്ലോ ഇന്നിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും വമ്പൻ പ്രകടനങ്ങളും ഈ പല എന്താ പറയുക തിയേറ്ററിന് മുമ്പിൽ ആളുകൾ തടിച്ചുകൂടി എന്ന് പ്രകടനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം അതുകൊണ്ടാണല്ലോ. അല്ല, ഇപ്പോൾ ഇതുവരെ ഇന്ത്യയും സിനിമയിൽ കാണാത്ത രീതിയിലാണ് എമ്പുരാന് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കധികം ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എമ്പുരാൻ. ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലോ. അത് മോഹൻലാൽ ഏത് സിനിമ അഭിനയിച്ചാലും ജനങ്ങളുണ്ടാവും. അത് മോഹൻലാലിന് വേണ്ടി വരുന്ന ജനങ്ങളാണ്. അല്ലാതെ അതിനുശേഷം ആദ്യത്തെ 2-3 ദിവസത്തിന് ശേഷം മാത്രമേ ജനങ്ങൾ വിധി എഴുതുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു കട്ട് കൊണ്ടുവന്ന ശേഷം എങ്ങനെ ഉണ്ടാവും, കട്ട് എന്തായിരുന്നു, ഇതറിയാനുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ വരുന്നത്. അല്ലാതെ ഇതിൽ എന്താ പറയുക, ഇതിൻ്റെ പിന്നിൽ വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. ഈ കട്ടിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരിക്കും, കട്ടിന് ശേഷം എങ്ങനെ ഉണ്ടായിരിക്കും, അതൊരു ആരായാലും ആ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അല്ല, മോഹൻലാലിനെ പിന്തുണച്ചുകൊണ്ടാണ് വരുന്നത്. നല്ല സിനിമ ആയതുകൊണ്ടല്ലേ എമ്പുരാൻ സ്വീകരിക്കപ്പെടുന്നത്? എമ്പുരാൻ നല്ല സിനിമ എന്ന് ആരും പറയുന്നില്ലല്ലോ. അവര് നല്ല സിനിമയാണെങ്കിൽ പിന്നെ അവരെന്തിനാ മാപ്പ് പറയുന്നത്? അതിന്റെ പ്രൊഡ്യൂസർമാരും അതിന്റെ അണിയറ പ്രവർത്തകരും അത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു അവർ പറയുന്നുണ്ടല്ലോ. അല്ല, അവർക്ക് ഖേദം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഖേദം നല്ല സിനിമയാണെങ്കിൽ എന്തിനാണ് ഖേദം പ്രകടിപ്പിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. ഇപ്പൊ മോഹൻലാല് 100 കണക്കിന് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരു സിനിമയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അവർക്ക് തോന്നിക്കാണും ജനങ്ങളിൽ എന്തോ ഒരു ഇതിന്റെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തോ അതിനകത്തുണ്ട്. അത് ഇവര് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ രീതിയിൽ പടങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ എമ്പുരാന് പൂർണ്ണമായ പിന്തുണ ഇല്ലല്ലോ, ഒരിക്കലും എങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റും? ഒരു സമൂഹത്തിൽ ജനങ്ങൾക്ക് നല്ലത് നൽകുന്നതോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിവ് നൽകുന്നതോ രീതിയിലുള്ള സിനിമകളാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഇത് യുവാക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ല. അല്ല, വഴിതെറ്റിക്കാൻ മാത്രമാണ് എന്താണ് എമ്പുരാനിലുള്ളത്? അല്ല, അതിലുള്ള പറയുന്നതെല്ലാം, അതായത് ഒരു കാര്യം പറയുമ്പോൾ മുഴുവൻ കാര്യങ്ങൾ പറയണം. അതിലൊരു കാര്യം മുഴുവനായി പറയുന്നില്ല. അവർ നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് നടന്ന കാര്യങ്ങൾ അവർ പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും പറയണം. അതവർ പറയുന്നില്ല. അതാണ് ഈ പ്രശ്നം.
അല്ല, അപ്പോൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതിലൂടെ കാട്ടുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സൊസൈറ്റിയിൽ ഉണ്ടാകാൻ പോകണില്ലല്ലോ. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ പണ്ട് കാലങ്ങളിലെ നാടകത്തിലൂടെയാണ് രാഷ്ട്രീയം വളർത്തിയിരുന്നത്. അതേപോലെ ഇന്ന് ഫാസ്റ്റസ്റ്റ് മീഡിയ എന്ന് പറയുന്ന സിനിമയാണ്. അതായത് നമ്മൾ നേരിട്ട് ഒരാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതും സിനിമയിലൂടെ പറയുന്നതും വ്യത്യാസമുണ്ട്. അതും പ്രഗത്ഭ നടന്മാർ പറയുമ്പോൾ അതിൽ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ആകർഷിക്കും, അവരിലേക്ക് മനസ്സിലാവും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ വലിയ വലിയ പരസ്യങ്ങളിൽ വലിയ വലിയ നടന്മാരായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആര് വേണമെങ്കിലും പരസ്യങ്ങൾ അഭിനയിച്ചാൽ പോരെ.